വയനാട് ദുരന്ത നിവാരണത്തിൽ കർമ്മനിരതരായ സന്നദ്ധ പ്രവർത്തകരെ അപഹസിക്കരുതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. വയനാട് ദുരന്തത്തിൽ കണ്ടെടുത്ത മുഴുവൻ മൃതദേഹങ്ങളും സംസ്കരിച്ചത് വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരാണ്. അതിനൊന്നും നയാ പൈസ പോലും സർക്കാരിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ല. കേരളം ഒരുമിച്ച് നിന്ന് അതിജീവിച്ച ഒരു ദുരന്തത്തിന്റെ ഔദ്യോഗിക ചെലവ് കണക്കുകൾ അവ്യക്തമാകരുതെന്നും അതിന്റെ വസ്തുതകൾ വ്യക്തമായി അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ദുബൈയിൽ യുവതിയെ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. ഷെയ്ഖ് സായിദ് റോഡിലെ എസ്കേപ്പ് ടവറിൽ നിന്നാണ് യുവതി താഴേക്ക് വീണത്. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് അപകടം. താഴെ നിലയിലുള്ള കഫ്റ്റീരിയക്കരികിലാണ് മൃതദേഹം കണ്ടത്. 38ാം നിലയിലെ ബാൽക്കണിയിൽ നിന്നാണ് യുവതി വീണതെന്ന് കരുതുന്നു. പോലീസ് ഉടൻ സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. രാവിലെ 7:30യോടെ രക്ഷാപ്രവർത്തകർ മൃതദേഹം പുറത്തെടുത്തു. നിയമലംഘനം നടത്തിയതിന് ബാങ്കിന് 5 ദശലക്ഷം ദിർഹം പിഴ ചുമത്തി UAE സെൻട്രൽ ബാങ്ക്. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമങ്ങൾ ലംഘിച്ചതിനും അനധികൃത സംഘടനകൾക്ക് ധനസഹായം നൽകിയതിനുമാണ് UAEയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിന് പിഴ ചുമത്തിയത്. ബാങ്കിന്റെ പേര് അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. UAEയുടെ നിയമങ്ങളും ചട്ടങ്ങളും മാനദണ്ഡങ്ങളും എല്ലാ ബാങ്കുകളും അവയുടെ ഉടമകളും ജീവനക്കാരും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ശക്തമായ പരിശോധനകൾ നടത്തിവരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായ് ജദ്ദാഫിൽ വെള്ളത്തിൽ മറിഞ്ഞ കാർ രക്ഷപ്പെടുത്തി പോലീസ്. കാറിലുണ്ടായിരുന്ന 2 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ചിരിക്കുകയാണ് ദുബായ് പോലീസ്. 13 സെക്കൻഡുള്ള വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. റാസൽ ഗൈമയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പുതിയ ബുക്കിംഗ് സംവിധാനവും ഡ്രൈവർ ഇവാലുവേഷന് പുതിയ വാഹനവും വരുന്നു. ഉപഭോക്താക്കൾക്ക് സമയം ലാഭിക്കാനും നടപടികളിലെ സങ്കീർണതകൾ കുറയ്ക്കുന്നതിനുമാണ് പദ്ധതി. പബ്ലിക് റിസോഴ്സ് അതോറിറ്റിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ജമാൽ അൽ തായർ, ആക്ടിംഗ് മെയ്സൂൺ അൽ ദാഹബ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അലി അബ്ദുള്ള ബിൻ അൽവാർ അൽ നുവൈമി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. യാത്രാ സമയം കുറയ്ക്കാൻ ക്യാമറകൾ ഘടിപ്പിച്ച അത്യാധുനിക വാഹനങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. 3ാമത് ലിവ ഈന്തപ്പഴമേളയ്ക്ക് ഒക്ടോബർ 11 തുടക്കമാകും. അബുദാബി അൽദഫ്ര മേഖലയിലെ മദീന സായിദിലാണ് മേള. അബുദാബി ഹെറിറ്റേജ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മേള ഒക്ടോബർ 20 സമാപിക്കും. കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, സുസ്ഥിര കാർഷിക ഉൽപാദനം നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഈന്തപ്പഴമേള ഒരുക്കുന്നത്. മേളയോടൊപ്പം ലേലവും നടക്കും. സാംസ്കാരിക വിനോദ വിജ്ഞാന പരിപാടികൾ, സെമിനാറുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമായി നടക്കും. യാത്രക്കാർക്ക് പുതിയ ഓഫറുമായി ദോഹ മെട്രോ. ട്രാവൽ കാർഡ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 5 ദിവസത്തെ സൗജന്യ യാത്രയാണ് ദോഹ മെട്രോ നൽകുന്നത്. ഇന്നു മുതൽ ഡിസംബർ 15 വരെ ട്രാവൽ കാർഡ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സൗജന്യ യാത്ര ലഭിക്കും. ഖത്തർ റെയിലിനു കീഴിലുള്ള ദോഹ മെട്രോയിലും ലുസൈൽ ട്രാമിലുമാണ് ഓഫർ ഉപയോഗിക്കാൻ സാധിക്കുക. സ്റ്റാൻഡേർഡ് ഗോൾഡ് കാർഡുകൾക്ക് ഓഫർ ബാധകമാണ്. എന്നാൽ പ്രതിമാസ കാർഡുകൾക്ക് സൗജന്യ യാത്ര ലഭിക്കില്ല. കാർഡ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഡിസംബർ 15 മുതൽ ഓട്ടോമാറ്റിക്കായി സൗജന്യ യാത്ര ലഭ്യമാകും. സൗജന്യ യാത്ര 3 മാസത്തിനുള്ളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അസാധുവാകും. സൗദിയിൽ വിവിധ റോഡുകളിൽ അലാറങ്ങൾ മുഴക്കി ആംബുലൻസ് പോലുള്ള അടിയന്തര വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കും വിധം പിന്തുടരുന്നത് നിയമലംഘനമാണെന്ന് ജനറൽ ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകി. ആംബുലൻസുകളും അഗ്നിശമന വാഹനങ്ങളും ഉൾപ്പെടെ അടിയന്തര സേവന വാഹനങ്ങൾ പിന്തുടരുന്നത് പിഴ ചുമത്താവുന്ന ട്രാഫിക് ലംഘനമായി കണക്കാക്കും. നിയമലംഘനങ്ങൾക്ക് 500 മുതൽ 900 വരെ റിയൽ പിഴ ചുമത്തുമെന്നും ട്രാഫിക് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനും വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് ഈ നിയന്ത്രണം.